മറവിന്റെ അസുഖങ്ങളെ കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോലെ അല്ലാണ്ട് എന്തോ എന്തായാലും ശരിക്കും പറയാൻ ഇപ്പൊ കണ്ണ് കാണില്ല. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടി ഫാമിലി. അവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് ഇട്ടിരുന്നു. അതിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ടി ഫാമിലിയിൽ ഈ ഷെമി എന്ന് പറയുന്ന ആ വൈഫിന് കുറച്ച് ഏജ് കൂടുതലും അതിലെ ഹസ്ബൻഡായ ഷെഫിക്ക് ഏജ് കുറവുമാണ്. അത് ഒട്ടുമിക്ക പേർക്കും നമുക്ക് എല്ലാവർക്കും കുറെ ആൾക്കാർക്കൊക്കെ അത് അറിയാവുന്ന കാര്യമാണ്. ഈ ഷെഫി ആണെങ്കിൽ ഷെമിയുടെ ഏജ് വെച്ചിട്ടും അങ്ങ് റീച്ച് ഉണ്ടാക്കുവാണ്. റീച്ച് ഉണ്ടാക്കുന്നത് പോട്ടെ, അത് അവരുടെ കാര്യം, അവരുടെ താല്പര്യം. ആ റീച്ച് ഉണ്ടാക്കുന്നതും വീഡിയോസ് ചെയ്യുന്നതും അതൊക്കെ അവരുടെ താല്പര്യം. ആ ഷെമിയെ ഒരുപാട് കളിയാക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയോ ഈ ഷെമിയെ ഒരുപാട് കളിയാക്കിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് പോലെ, റീച്ചിന് വേണ്ടിയിട്ട് ആ ഷെമിയെ കളിയാക്കി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് പോലെ ഒരുതരം കോപ്രായങ്ങളാണ് കാണിക്കുന്നത് തന്നെ. കഴിഞ്ഞിട്ട് ഈ കയറയിൽ കാണില്ലല്ലോ. കാറൊക്കെ കാണുമ്പോ എനിക്ക് വെറുതെ തോന്നില്ലേ കാലത്ത് കൂടി. അതല്ല ഉണ്ടാവില്ലേ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? ഒന്നും ഉണ്ടാവില്ല ചർച്ച മീറ്റിംഗ് എന്താ ആ സമയത്ത് മീറ്റിംഗിന് പാരന്റ്സ് മീറ്റിംഗിന് ആരാ പോവുക? ഞാന് എങ്ങനാ പോവുക? പറയാട്ടോ വടിയൊക്കെ കുത്തിപ്പിടിച്ച് അങ്ങനല്ല, വടിയൊക്കെ കുത്തിപ്പിടിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടാവും. അപ്പോഴും കയ്യര് അല്ലേ? ബോഡി ഷേമിങ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചൊന്ന് തടി കൂടിപ്പോയി കഴിഞ്ഞാൽ തടിച്ച് എന്നാണ് ചിലര് വിളിക്കുന്നത്. തടിച്ച് എന്ന് വിളിക്കുന്നത് തന്നെ ബോഡി ഷേമിങ് ആണ്. കുറച്ചൊന്ന് മെലിഞ്ഞു കഴിഞ്ഞാല് പല്ലിയാണോ, ദിനോസറിന്റെ മോന്തയാണോ, അല്ലെങ്കിൽ എലിയെ പോലെ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം രേണുസുതി ഒരു വീഡിയോസിനകത്ത് അതിനകത്തിൽ വന്ന കുറെ കമന്റ്സ് ആട്ടോ. നീ പല്ലിയുടെ കണക്കിരിക്കുന്നു, ഡാഗിനിയമ്മയുടെ കണക്കിരിക്കുന്നു, ഈ തടി കൂടിയാലും കുറ്റം, കുറഞ്ഞാലും കുറ്റം, ഏത് രീതിയിലാണെങ്കിലും കുറ്റം. എല്ലാം തികഞ്ഞവരാരുണ്ട്? ആരുമില്ല. ഒരു സ്ത്രീയെയും ബോഡി ഷേമിംഗ് നടത്താൻ പാടില്ല. നമുക്ക് 5 വിരലുണ്ട്, 5 ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഓരോരുത്തരും ഓരോ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അത് ഓരോ രൂപത്തിലും ആകൃതിയിലും ഒക്കെ പല പല മാറ്റങ്ങളും വരും എന്ന് കരുതിയിട്ട് ബോഡി ഷേമിംഗ് ഒരിക്കലും ഒരു പെണ്ണിനെയും ബോഡി ഷേമിംഗ് ചെയ്യാൻ പാടില്ല. ഐഷക്കത്തിന്റെ മമ്മ വരുന്നുണ്ട്. ഐഷാഖത്തിനും പറയാം എന്താ. അപ്പൊ എനിക്ക് എന്തൊക്കെ കളിയാക്കാണ്ട് ക്ഷമിയെ എന്റെ വിചാരിച്ച് ഇങ്ങനെ നിക്കുന്നാണോന്നൊക്കെ ചോദിക്കാൻ എന്തൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കൂല. പക്ഷെങ്കിൽ എന്റെ വിചാരം എന്നാ ഞാൻ എന്താ പറഞ്ഞേക്കൂല, വിടൂല. ഞാനും പോരും മീറ്റിങ്ങിന്. ഞാൻ ഇങ്ങനെ കൊണ്ടുപോണ്ടത് നോക്കി കല്ലുണ്ടായി പറയണേ, കല്ലുണ്ടായി പറയണേ. അത് അങ്ങനെ ആയിപ്പോവല്ലേ? എങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ആട്ടായി കണ്ണും കാണില്ല, ഇപ്പൊ ചെവിയും കേക്കില്ല. കഫെന്ന് പറഞ്ഞിട്ട് ഒന്നും പഠിക്കണ്ട. ഞാൻ പറയുമ്പോ കളിയാക്കാനാന്ന്, നീ പറയുമ്പോ ഇത് ഒറിജിനൽ ആണ്. പബ്ലിക്കിന്റെ മുന്നിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത്തരം അപമാനിക്കുന്നത്. വീഡിയോസിന്റെ മുന്നിൽ ഇത്രത്തോളം അപമാനിച്ചിട്ടും അങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതൊന്നും ചിലപ്പോ ആ ഷെഫിക്ക് അതൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഇപ്പൊ എന്റെ കാര്യമായാലും അതല്ല ഏതൊരു പെണ്ണിനെ ആയാലും അത് നമ്മുടെ ഭർത്താക്കന്മാര് നമ്മുടെ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിട്ട്, നമുക്കുള്ള റിലേറ്റീവ്സിന്റെ മുന്നിൽ വെച്ചിട്ടായാൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ബോഡി ഷേമിങ് നടത്തുകയോ അപമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും. ശരിക്കും തീർച്ചയായിട്ടും എനിക്ക് വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. അത് നമ്മൾ റിയാക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതേസമയം നമ്മൾ ഒറ്റയ്ക്കുള്ള സമയത്ത് നമ്മൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ, കളിയാക്കിക്കോട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമല്ല. അത് നമ്മളല്ലേ കേൾക്കുന്നുള്ളൂ, അതൊരു വിഷയമേ അല്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല ചെയ്യുന്നത്. പബ്ലിക്കിന്റെ മുന്നിലാണ് ഇട്ട് നാറ്റിക്കുന്നത്. ശരിക്കും അതൊക്കെ ഒരു കഷ്ടം തന്നെയാട്ടോ. എന്തായാലും കല്യാണം കഴിച്ചു പോയില്ലേ. ഷെമിക്ക് കുറച്ച് ഏജ് കൂടുതലാണ്, അതെല്ലാവർക്കും അറിയാം. അത് പറഞ്ഞ് അവരെയിട്ട് തട്ടി കളിക്കുകയാണ്. ഇത്തരം ബോധവും വിവരവും ഇല്ലാത്ത ഓരോന്ന് പ്രവർത്തിക്കുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അവന്റെ ചെറിയ പ്രായമാണ്, അവന്റെ പ്രായത്തിൻ്റെതായിരിക്കാം അവൻ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെമി ഏജ്ഡ് ഉള്ളതാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ ഷെഫി കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ ഒരു കുഞ്ഞുമായി. ആൾക്കാരൊക്കെ ഇവരുടെ വീഡിയോസ് കാണുന്നത് തന്നെ ഇത്ര ഏജുള്ള ഒരു സ്ത്രീയെ, ഏജ് കുറഞ്ഞൊരു ചെക്കൻ കല്യാണം കഴിച്ച് അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ അവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് തന്നെ. എനിക്ക് പറയാൻ ഇപ്പൊ കണ്ണ് കാണില്ല, സത്യ അല്ലേ? പറഞ്ഞോട് കണ്ണും കാണില്ല, ഇപ്പൊ ചെവിയും കേക്കില്ല. കഫെന്ന് പറഞ്ഞിട്ട് ഒന്നും പഠിക്കണ്ട. ഞാൻ പറയുമ്പോ കളിയാക്കാനാന്ന്, നീ പറയുമ്പോ ഇത് ഒറിജിനൽ ആണ്. ഒറിജിനലാ
നിർത്തി. മതിയോന്ന് ഒരു കൊല്ലൊക്കെയായി പഠിച്ചോനെന്താക്കും. അപ്പൊ എനിക്ക് ഇന്ന് എന്തൊക്കെ കളിയാക്കാണ്ട് ക്ഷമയെ എന്റെ വിചാരിച്ച് ഇങ്ങനെ നിക്കുന്നാണോന്നൊക്കെ ചോദിക്കാൻ എന്തൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കൂല. പക്ഷെങ്കിൽ എന്റെ വിചാരം എന്നാ ഞാൻ എന്നെ പറഞ്ഞേക്കൂല, വിടൂല. ഞാനും പോരും മീറ്റിങ്ങിന്. ഞാൻ ഇങ്ങനെ കൊണ്ടുപോകേണ്ടത് നോക്കി 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 കല്ലുണ്ടായി പറയണേ ക്ഷമ, കല്ലുണ്ടായി പറയണേ. അത് അങ്ങനെ ആയി പോവല്ലേ, എങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ആട്ടായി പോകണോ സാറില്ല. ഓർമ്മയില്ല, അതൊക്കെ മറവിന്റെ അസുഖങ്ങളെ കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോലെ. അല്ലാണ്ട് എന്തോ രണ്ടായാലും ഞാൻ ശരിക്കും ചിന്തിക്കുന്ന എന്താ അറിയോ, ആശുവിന്റെ മീറ്റിംഗ് ക്ഷമി പോണതാ. അല്ല അതേ ഫോൾട്ടല്ല, പക്ഷേ ഞാൻ ചിന്തിക്കി ആ ദയവേത് ലിപ്സ്റ്റിക് ഒന്നിട്ട് പോർത്തിട്ടോ. അത്രക്കും അയക്കണോ? അത്രക്ക് ആകുമല്ലോ. ഈ ഷെഫി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. എന്റെ വീട്ടുകാർക്കൊന്നും ഷെമിയെ ഇഷ്ടമല്ലായിരുന്നു, എന്നാലും എനിക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചതാണ്. അന്നൊന്നും തോന്നാത്തത് ഇപ്പൊ എന്തുകൊണ്ട് തോന്നുന്നു? ഇപ്പം എന്റെ ഉമ്മയുടെ പ്രായമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് എന്തുകൊണ്ട് കളിയാക്കുന്നു? ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരിക്കലും ആ ഒരു വേടൊന്നും പറഞ്ഞിട്ട് ഉമ്മയുടെ പ്രായമുണ്ട് എന്നും പറഞ്ഞിട്ടൊന്നും കളിയാക്കാൻ പാടില്ല. ഷെഫിക്ക് ഇതൊക്കെ ഒരു കുട്ടിക്കളിയായിരിക്കാം, കാരണം അവന്റെ പ്രായം അതാണല്ലോ, ആ ഒരു കുട്ടിക്കളിയായിരിക്കാം. പക്ഷെ ഷെമിയുടെ മനസ്സ് വേദനിക്കുന്നത് അത് ആ ഷെമിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടിരുന്നിട്ട് എല്ലാരെ കൊണ്ടും ഉമ്മുമ്മ ആണോ, ഇപ്പോ എന്താ ഉമ്മ ആണോ ഉമ്മുമ്മ ആണോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ഉമ്മയും മോനും ആണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ ഷെഫി പറയുന്നുണ്ട്, ഷെമിക്ക് കണ്ണ് കാണാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യ, എന്റെ ഉമ്മാടെ പ്രായമുണ്ട് എന്നൊക്കെ സ്വന്തം കെട്ടിയവന്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. പിന്നെ നാട്ടുകാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവര് ചോദിക്കുന്നത് എന്താ, ഉമ്മയും മോനും ആണോ, ഉമ്മുമ്മയും മോനും ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കലുകൾ. ശരിക്കും പറഞ്ഞാൽ കഷ്ടമാണ് കേട്ടോ ഈ ഒരു രീതിയിലുള്ള അവഗണന. എന്തായാലും ഏജ് കൂടിയ ഒരു പെണ്ണിനെ അറിഞ്ഞുകൊണ്ടാണ് കല്യാണം കഴിച്ചത്, ആരും വെച്ച് കെട്ടിയതൊന്നുമല്ലല്ലോ, അറിഞ്ഞിട്ട് കല്യാണം കഴിച്ചതാണ്. അപ്പൊ പിന്നെ ഈ മാതിരി കളിയാക്കലുകൾ ഒഴിവാക്കണം. സ്നേഹിക്കുമ്പോഴോ കല്യാണം കഴിക്കുമ്പോഴോ ഇതൊന്നും തോന്നിയില്ലേ? ഒരു കുഞ്ഞായപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടായത്. ഉമ്മാടെ പ്രായം ഉണ്ടെന്നൊക്കെ തോന്നലോ ഈ ഒരു കുഞ്ഞായപ്പോഴാണോ ഇങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായത്? ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഇവിടെ വന്നിട്ട് അന്തവും കുന്തവും ഇല്ലാതെ ഓരോന്ന് പറയാതിരിക്കുക. ഐഷക്കത്തിന്റെ മമ്മ വരുന്നുണ്ട്, ഐഷാഖത്തിനും പറയാം എന്താക്കും. അപ്പൊ എനിക്ക് ഇന്ന് എന്തൊക്കെ കളിയാക്കാണ്ട് ക്ഷമയെ എന്റെ വിചാരിച്ച് ഇങ്ങനെ നിക്കുന്നാണോന്നൊക്കെ ചോദിക്കാൻ എന്തൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കൂല. പക്ഷെങ്കിൽ എന്റെ വിചാരം എന്നാ ഞാൻ എന്നെ പറഞ്ഞേക്കൂല, വിടൂല. ഞാനും പോരും മീറ്റിങ്ങിന്. ഞാൻ ഇങ്ങനെ കൊണ്ടുപോകേണ്ടത് നോക്കി 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 കല്ലുണ്ടായി പറയണേ ക്ഷമ, കല്ലുണ്ടായി പറയണേ. അത് അങ്ങനെ ആയി പോവല്ലേ, എങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ആട്ടായി പോകും. കണ്ണും കാണില്ല, ഇപ്പൊ ചെവിയും കേക്കില്ല, കഫന്ന് അറിഞ്ഞിട്ട് ഒന്നും പഠിക്കാൻ. ഞാൻ പറയുമ്പോ കളിയാക്കാനാന്ന്, ഈ പറയുമ്പോ ഇത് ഒറിജിനൽ ആണ്.